CNG വാഹനങ്ങൾ കയറ്റം കയറുക എന്നുള്ളതാണ് ഒരു ഡൗട്ടുള്ള എല്ലാവർക്കും. അപ്പോൾ നമ്മളൊരു കയറ്റത്തിലാണ് ഈ ഒരു വാഹനം നിർത്തിയിട്ടുള്ളത്. നമസ്കാരം, മോട്ടോ ലൂപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ നമ്മൾ തുടങ്ങുന്നത് വണ്ടിയുടെ ഫ്രണ്ടിൽ വെച്ചിട്ടാണ് അല്ലേ. എന്നാൽ ഈ ഒരു വാഹനത്തിൽ നമ്മൾ പുറകിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു CNG വാഹനമാണ്. CNG വാഹനത്തിൽ ഇത്രയധികം ബൂട്ട് സ്പേസ് ഉള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. CNG വാഹനത്തിൽ സാധാരണ എന്താ പറയുക, വലിയൊരു ടാങ്കാണ് വരിക അല്ലേ. എന്നാൽ ഇതിൽ അങ്ങനെയല്ല. ഇതിൽ കറക്റ്റ് നമുക്കൊരു യൂസബിൾ ബൂട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിയാഗോയുടെ ട്വിൻ സിലിണ്ടർ CNG വാഹനമാണ്. ഇതിൽ CNGയുടെ ഒരു ചെറിയ ബാഡ്ജിങ് നമുക്ക് പുറകിലായിട്ട് കാണാം. ഈ ഒരു വാഹനം ടാറ്റ മോട്ടോഴ്സിൻ്റെ ടിയാഗോ എന്ന് പറയുന്ന പ്രൊഡക്റ്റാണ്. അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. അപ്പം ഈ വാഹനത്തിൽ ട്വിൻ സിലിണ്ടർ CNG ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ CNGയുടെ ടാങ്ക് എവിടെ പോയി എന്നുള്ളതായിരിക്കും അടുത്ത ഡൗട്ട്. അപ്പോൾ ടാങ്ക് എവിടെ നോക്കാം അല്ലേ. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് എന്ന് പറയുന്നത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഈ ഒരു ബോക്സിന് താഴെയായിട്ടാണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിയെടുക്കാം. ഇത് സീൽഡാണ് നല്ല രീതിയിൽ. ഇതിന് താഴെയായിട്ടാണ് നമുക്ക് ആ ഒരു ട്വിൻ സിലിണ്ടർ കാണാം. ഈ രീതിയിലാണ് ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ് വരുന്നത്. 30 ലിറ്റർ കപ്പാസിറ്റി വരുന്ന 2 സിലിണ്ടറുകളായിട്ടാണ് ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഇത് മൗണ്ട് ചെയ്തിരിക്കുന്നത് 6 പോയിൻ്റ് ബോൾട്ടിലാണ് മൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വന്നാൽ കൂടി ഈ ഒരു വാഹനത്തിൻ്റെ ടാങ്ക് തെറിച്ചു പോകുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. കൂടാതെ ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡിക്കി പോർഷൻ അല്ലെങ്കിൽ ബൂട്ടിൻ്റെ പോർഷന് താഴെയായിട്ടാണ്. അപ്പോൾ നല്ല രീതിയിലുള്ളൊരു സേഫ്റ്റി, റിയർ ക്രാഷ് സേഫ്റ്റി ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും, ഇതിൻ്റെ സ്പെയർ വീൽ എവിടെ പോയിന്നല്ലേ. സ്പെയർ വീല് ശരിക്കും പറഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് വളരെ അക്യുറേറ്റ് ആയിട്ടാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് വേണം പറയാം. ഇത് നമുക്ക് സ്പെയർ വീല് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ്. ഇത് സാധാരണ നമ്മുടെ ഇന്നോവ വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ രീതിയിൽ നമ്മുടെ ടാറ്റയുടെ തന്നെ സഫാരി പോലുള്ള വാഹനങ്ങളിൽ സ്പെയർ വീല് വരുന്നത് വണ്ടിക്കടിയിലാണ്. അതെ, ഈ ഒരു വാഹനത്തിൻ്റെയും സ്പെയർ വീല് വരുന്നത് വണ്ടിക്കടിയിലാണ്. ഇതെങ്ങനെ നമ്മൾ റിമൂവ് ചെയ്യുമെന്ന് വരച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലിഡ് നമ്മൾ സൈഡിലോട്ട് നീക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ആയിട്ട് ഒരു ബോൾട്ട് കാണാം. ഈ കാണുന്നതാണ് ആ ഒരു ബോൾട്ട്. ഇതിൽ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സ്പെയർ വീലിൻ്റെ ബോൾട്ടിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു കഴിഞ്ഞാൽ സ്പെയർ വീല് താഴോട്ട് പതിയെ ഇറങ്ങി വരുന്ന കാണാം. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ വാഹനത്തിൻ്റെ സ്പെയർ വീല് വരുന്നത്. നമുക്ക് ഫുള്ളായിട്ട് ഈ ഒരു സ്പെയർ വീല് സിമ്പിളായിട്ട് തന്നെ ഇറക്കാൻ പറ്റും. ഒരു മിനിറ്റിന് താഴെ സമയം മതി നമുക്ക് ഈ ഒരു സ്പെയർ വീല് മൊത്തത്തിൽ താഴോട്ട് എത്തിക്കാൻ. CNG വാഹനങ്ങളിൽ സ്പെയർ വീല് വരിക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ സ്പെയർ വീലൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെയുള്ള ടാറ്റ ടിയാഗോയുടെ ആ സെയിം ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ പുതിയൊരു വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് വന്നത് ഈ ഒരു ലോഗോയുടെ ഡിസൈൻ മാറി എന്നുള്ളതാണ്. നേരത്തെ നമുക്കൊരു 3D ലോഗോ ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 2D ലോഗോയാണ് ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ക്രോമിൻ്റെ ചെറിയൊരു ഇൻസേർട്ടോട് കൂടിയിട്ടുള്ള ട്രൈ ആരോ ഡിസൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ നമുക്ക് ആ ഹ്യൂമാനിറ്റി ലൈൻ കാണാം. പിന്നെ ഈ ഒരു വാഹനത്തിൽ CNG വാഹനമാണെന്ന് ഓർക്കുക. CNG വാഹനത്തിൽ പ്രൊജക്റ്റ് ഹെഡ്ലാമ്പ്സ്, കൂടാതെ ഈ ഹെഡ്ലാമ്പ്സ് ഓട്ടോമാറ്റിക് ആണ്. കൂടാതെ റെയിൻ സെൻസീവ് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആയിട്ട് ഒരു DRL കാണാം. അതേപോലെ ഫോഗ് ലാമ്പും അതിന് ചുറ്റും ഒരു ക്രോം ഇൻസേർട്ടും ടാറ്റ മോട്ടോഴ്സ് ടിയാഗോയിൽ കൊടുത്തിട്ടുണ്ട്. ഒരു വാഹനത്തിൽ വന്നിരിക്കുന്ന ടയർ എന്ന് പറയുന്നത് ഒരു 14 ഇഞ്ചിൻ്റെ ടയർ സൈസാണ് വരുന്നത്. ഇത് ഒറ്റ നോട്ടത്തിൽ നമുക്കിതൊരു അലോയ് വീലാണെന്ന് തോന്നും, പക്ഷേ ഇത് അലോയ് വീലല്ല. ഇതൊരു ഹൈപ്പർ സ്റ്റൈൽ വീലാണ്. ഇത് ഫൈബർ പാർട്ടികളാണ്. ഇതിനുള്ളിലായിട്ട് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റീലിൻ്റെ റിംസ് കാണാം. ഇതെന്തിനാണ് കൊടുത്തതെന്ന് വെച്ചാൽ നേരത്തെയുള്ള സാധാ നോർമൽ ടിയാഗോ മോഡലിനേക്കാളും ഒരു 100 കിലോഗ്രാമോളം വെയിറ്റ് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം അലോയ് വീൽസിന് മേ ബി ഒരു ക്രാക്കൊക്കെ വീഴുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ടാറ്റ മോട്ടോഴ്സ് സ്റ്റീൽ റിമ്മുകൾ കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള മിറേഴ്സ് കാണാം. ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. കൂടാതെ ഓട്ടോ ഫോൾഡിങ് ഫീച്ചർ കൂടിയുണ്ട്. ഡോർ ഹാൻഡിൽസിലൊക്കെ നമുക്കൊരു ക്രോം ഇൻസേർട്ട് കൂടി കൊടുത്തൊരു പ്രീമിയം ഫീൽ ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ടാറ്റ ടിയാഗോയുടെ CNG വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലാണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ കളർ വരുന്നത് ടൊർണാഡോ ബ്ലൂ ആണ്. ആ ഒരു ബ്ലൂ കളറിൻ്റെ എലമെൻറ്റ് നമുക്ക് ഈ ഒരു AC വെൻറ്റിൽ കാണാം. AC വെൻറ്റിന് ചുറ്റും ആ ഒരു ക്രോം ഇൻസേർട്ടും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഡുവൽ ടോൺ പാറ്റേണിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത്. താഴെ ഒരു ബേജ് കളറും മുകളിലായിട്ടൊരു ബ്ലാക്ക് തീമുമാണ് വരുന്നത്. ഇതിൽ വാഹനം CNG വാഹനമാണെന്ന് അറിയാം. ഇൻ കേസ് ഈ വാഹനത്തിൽ CNG ഉണ്ടെങ്കിൽ ആ വണ്ടി സ്റ്റാർട്ടാവുന്നത് CNG തന്നെയായിരിക്കും. ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടിയിൽ മാത്രമാണ് ഡയറക്റ്റ് CNG സ്റ്റാർട്ടിംഗ് ഓപ്ഷൻ വരുന്നത്. കൂടാതെ പ്രീമിയം ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്.
നമ്മൾ നോക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ എല്ലാ ബ്രാൻഡുകളിലും നോർമൽ ബേസ് മോഡൽസിലാണ് CNG ഉണ്ടാവുക. പക്ഷേ ടാറ്റ മോട്ടോഴ്സിൽ ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ വരെ CNG ഉണ്ട്. അതായത് ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ. ടച്ച് സ്ക്രീൻ ക്യാമറ വിത്ത് 8 സ്പീക്കർ വരുന്ന ഹർമൻ്റെ സ്റ്റീരിയോ വരുന്നുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. കൂടാതെ ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ AMT ട്രാൻസ്മിഷൻ CNGയിൽ വന്നത് ടിയാഗോയിലാണ്. കൂടാതെ ഈ ഒരു വാഹനത്തിൽ കൂൾഡ് ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ഡ്രൈവർ സീറ്റ്സ് ആണ് വരുന്നത്. കൂടാതെ ടിൽറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്റ്റിയറിംഗും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വാഹനത്തിൽ ഓട്ടോ ഹെഡ് ലാമ്പ്, റെയിൻ സെൻസിങ് വൈപ്പേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ കൺട്രോൾസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് മിററിന് വരുന്നത്. അതിൻ്റെ കൺട്രോൾസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോസിൻ്റെ ബട്ടൺസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഡുവൽ എയർ ബാഗാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അതുപോലെ ABS EBD പോലുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ CNG വാഹനമായതുകൊണ്ട് അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റിയർ സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 3 പേർക്ക് കുഴപ്പമില്ലാതെ ഇരിക്കാം. കുറച്ച് സൈസുള്ള എന്നെപ്പോലുള്ള ആൾക്കാരാണെങ്കിൽ 2 പേർക്ക് ഇരിക്കാം. ഒരു മീഡിയം സൈസ് 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ഈ ഒരു സീറ്റ് ഇട്ടിരിക്കുന്ന എൻ്റെ ഒരു ഡ്രൈവിംഗ് പൊസിഷനിലാണ്. എന്നിരുന്നാൽ കൂടി നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലെഗ് റൂം കിട്ടുന്നുണ്ട്. അത് നല്ലൊരു ഹെഡ് റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു മാഗസീൻ പോക്കറ്റ്സ് വരുന്നുണ്ട്. ഈ ഒരു സീറ്റിനുള്ളിലായിട്ട് മാഗസീൻ പോക്കറ്റ്സ് ഉണ്ട്. കൂടാതെ നമുക്ക് ഡോറിൽ പാഡിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ സുഖമായിട്ട് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും. കൂടാതെ ഹർമൻ്റെ സ്പീക്കറും അതിൻ്റെ ട്യൂട്ടർ സിസ്റ്റവും ഉണ്ട്. ക്രോം ഫിനിഷിലാണ് ഡോർ ഹാൻഡിൽസ് ഒക്കെ വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൈക്രോ സ്വിച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ഫ്യൂൽ ലീഡിൻ്റെ ഈ ഒരു ഓപ്പണിങ്ങിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു സ്വിച്ച് കാണാം. ഇതാണ് മൈക്രോ സ്വിച്ച്. ഈ സ്വിച്ച് വൺസ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ ലീഡ് ഓപ്പണായി കിടക്കുന്ന സിറ്റുവേഷനിൽ വാഹനം സ്റ്റാർട്ടാണെങ്കിൽ കൂടി വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. ഇത് അടച്ചാൽ മാത്രമേ നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ റീഫ്യൂലിംഗ് സമയത്ത് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീച്ചർ ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു നോസിൽ എന്ന് പറയുന്നത് NGV1 റിസപ്റ്റബിൾ നോസിലാണ്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നോസിലാണ്. വളരെ ഫാസ്റ്റർ റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ടിയാഗോ CNG ഓട്ടോമാറ്റിക്കിൻ്റെ ഉള്ളിലാണ്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വണ്ടി ഇപ്പം പെട്രോൾ മോഡിലാണ്. ഞാനതിനെ CNG മോഡിൽ കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഈ ബട്ടണാണ് നമ്മളതിനെ യൂസ് ചെയ്യുന്നത്. വണ്ടിക്കകത്ത് ഓൾറെഡി CNG ഉണ്ടെങ്കിൽ വണ്ടി CNG തന്നെയാണ് സ്റ്റാർട്ടാവുക. ടാറ്റ മോട്ടോഴ്സിൽ മാത്രമാണ് ഈ ഡയറക്റ്റ് CNG സ്റ്റാർട്ടിങ് ഓപ്ഷൻ ഉള്ളത്. അപ്പം ആ ഒരു വണ്ടി CNG തന്നെ സ്റ്റാർട്ടാവും. ഞാനിപ്പോൾ ജസ്റ്റ് പെട്രോൾ മോഡിലേക്ക് മാറ്റി ഒന്ന് ഓടിച്ചു നോക്കിയാണ്. ഞാൻ CNGയിലേക്ക് മാറ്റി. ഇപ്പോൾ CNGയിലാണ് വണ്ടി ഉള്ളത്. വണ്ടി ഡ്രൈവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് CNGയിൽ വണ്ടി ഓടിക്കുമ്പോൾ എന്തൊക്കെയാണ് ഈ വണ്ടിയുടെ ഒരു പെർഫോമൻസ് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇത് നമ്മുടെ ടിയാഗോ ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടിയുടെ ഏകദേശം അതേ ഒരു ഫീല് തന്നെയാണ് ഡ്രൈവിങ്ങിൽ തരുന്നത്. AMT ആയതുകൊണ്ടുള്ള ആ ഒരു ലാഗ് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു ഡ്രൈവിങ്ങിൽ നമുക്ക് ഫീൽ ചെയ്യും. ഫസ്റ്റ് ടു സെക്കൻഡ് ഗിയറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കറക്റ്റ് നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാ AMT ടെക്നോളജിയിലും ഉള്ളതാണ്. പക്ഷേ അവിടുന്ന് അങ്ങോട്ട് ഈ വണ്ടി ഒരു CNG വാഹനമാണ് എന്ന് തോന്നുന്ന രീതിയിലല്ല പെർഫോമൻസ് തരുന്നത്. കാരണം ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ പവറും ടോർക്കും കമ്പാരിറ്റീവ്ലി ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റാണ്. 73.5 PS ആണ് ഇതിൻ്റെ പവർ വരുന്നത്. 95 Nm ആണ് ടോർക്ക് വരുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഓവർടേക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഈ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യണമെങ്കിൽ നമുക്കിതിൽ കിക്ക് ഡൗൺ ഫംഗ്ഷൻ ഉണ്ട്. നമ്മൾ ജസ്റ്റ് ആക്സിലേറ്റർ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി നേരെ ഡൗൺ ചെയ്ത് കയറി പോവുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ കിക്ക് ഡൗൺ ഫംഗ്ഷൻ കൂടി ഈ ഒരു പ്രൊഡക്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു ഡ്രൈവബിലിറ്റി ഈ ഒരു വാഹനം തരുന്നുണ്ട്. കിക്ക് ഡൗൺ ഉള്ളതുകൊണ്ട് തന്നെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോവാം. ഇനി വേണമെങ്കിൽ നമുക്കിതിന് മാനുവൽ മോഡിൽ ഓടിക്കാനുള്ള ഓപ്ഷൻ കൂടിയുണ്ട്. ജസ്റ്റ് ഇതിന് ഷിഫ്റ്റ് ഓൺ ഫ്ലൈ ഉണ്ട്. ലെഫ്റ്റിലോട്ട് തട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ മാനുവൽ മോഡിലാണ് ഈ ഒരു വാഹനം. നമ്മൾ ഇനി ഗിയർ മാറ്റണമെങ്കിൽ നമ്മൾ ജസ്റ്റ് മുന്നോട്ട് പ്രസ് ചെയ്യുന്നതനുസരിച്ച് ഗിയർ മാറും. അതിനുള്ള നോട്ടിഫിക്കേഷൻ ഇവിടെ ഒരു ആരോ മാർക്കായിട്ട് തരും. ഡൗൺ ഷിഫ്റ്റ് വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്യും. അപ്പം ഞാൻ ചെയ്തിട്ടില്ല, വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡൗൺ ഷിഫ്റ്റ് ചെയ്തു. അപ്പ് ഷിഫ്റ്റ് മാത്രം നമ്മൾ ചെയ്താൽ മതി. ഇപ്പം ഞാൻ നേരിട്ട് ആക്സിലേറ്റർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ വണ്ടി ഗിയർ മാറ്റാനുള്ള സിമ്പിൾ വന്നു. ഞാൻ ജസ്റ്റ് മാനുവലി ഗിയർ മാറ്റി. കൂടുതൽ ആൾക്കാർ ഈ മാനുവൽ മോഡ് ഉണ്ടെങ്കിൽ കൂടി മാനുവൽ മോഡിൽ ഓടിക്കാറില്ല. ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ഇല്ലാതെ സ്മൂത്തായിട്ട് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നോർമൽ മോഡിലേക്ക് തന്നെ ഇടാം. നല്ല സ്റ്റേബിലിറ്റി തരുന്നുണ്ട് വാഹനം. കാരണം ആ ഒരു വെയിറ്റ് കാര്യങ്ങളെല്ലാം റിയർ സൈഡിലാണ് ടിൻ സിലിണ്ടറിൻ്റെ. അത് തന്നെ കുറച്ച് താഴ്ന്ന പൊസിഷനാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നല്ല സ്റ്റെബിലിറ്റി ഉണ്ട് വണ്ടിക്ക്. നേരത്തെ നമ്മൾ പെട്രോൾ ടിയാഗോ ഓടിക്കുമ്പോൾ ഉള്ളതിനേക്കാളും കൂടുതൽ സ്റ്റെബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് കോൺഫിഡൻസ് കൂടുതലാണ്. നമുക്കൊരു സ്പീഡ് പോയി ടേണിംഗ് എടുക്കുന്ന സമയത്തൊന്നും
നമ്മുടെ കയ്യിൽ നിന്ന് വണ്ടി പാളി പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവില്ല. ഓൾറെഡി ഈ ഒരു വാഹനത്തിൽ കോർണർ സ്റ്റെബിലിറ്റി കൺട്രോൾ ഉണ്ട്, സേഫ്റ്റിക്ക്. പിന്നെ ABS EBD ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. കോർണർ സ്റ്റെബിലിറ്റി കൺട്രോളും സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരേ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത്. ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ നോക്കുകയാണെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വേറെ പ്രൊഡക്റ്റ് ഇല്ല. CNGയിൽ നമുക്ക് ട്വിൻ സിലിണ്ടർ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബൂട്ട് സ്പേസ് ഈ ഒരു വാഹനം തരുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ കാര്യം. കാരണം ഒരു CNG വാഹനം എടുക്കുന്ന ഏതൊരു കസ്റ്റമറും നോക്കുന്നത് അവർക്ക് ബൂട്ട് ഉണ്ടോ എന്നുള്ളതാണ്. ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CNG സെക്ടറിൽ തന്നെ ഒരു ഇമ്പാക്റ്റാണ് ശരിക്കും ടാറ്റ മോട്ടോഴ്സ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ടെക്നോളജി വേറെ വാഹനങ്ങളിലൊന്നും ഇതുവരെ വന്നിട്ടുമില്ല. ടാറ്റ മോട്ടോഴ്സിൻ്റെ പ്രൊഡക്റ്റിലാണെങ്കിൽ നമുക്ക് ഒരു ബേസ് മോഡൽ മുതൽ ഫുൾ ഓപ്ഷൻ വരെ നമുക്ക് CNG അവൈലബിൾ ആണ്. ഈ ഒരു പ്രൊഡക്റ്റ് ടോപ്പ് ആൻഡ് വേരിയൻ്റ് ആണ്. XZ+ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ് ഈ ഒരു മോഡൽ. ഇതിൽ തന്നെ നമ്മുടെ ഫുൾ ഓപ്ഷൻ വണ്ടികളിൽ വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ക്യാമറ അതിൽ ഓൾറെഡി ഉണ്ട്, 8 സ്പീക്കർ ഉണ്ട്, ഹർമൻ്റെതാണ് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ടാറ്റ മോട്ടോഴ്സിൻ്റെ എല്ലാ വാഹനങ്ങളിലും ഹർമൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. സെഗ്മെൻറ്റ് ബെസ്റ്റ് ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളത്. ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ഡിജിറ്റൽ ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. സെൻട്രൽ ലോക്കിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്ലിപ്പ് കീ വിത്ത് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സും കൂടി അവൈലബിൾ ആണ്. ഫ്രണ്ടിൽ നമുക്ക് പ്രൊജക്ട് ഹെഡ് ലാംപ്സ് വരുന്നുണ്ട്, അത് ഓട്ടോമാറ്റിക് ആണ്. അതേപോലെ വൈപ്പർ ഓട്ടോമാറ്റിക് ആണ്. DRLs വരുന്നുണ്ട്. ഹൈപ്പർ സ്റ്റൈൽ വീലാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മൾ പെട്രോൾ നോക്കുമ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു അലോയ് വീൽ സെറ്റാണ് വരുന്നതെങ്കിൽ ഇതിൽ 14 ഇഞ്ചിൻ്റെ ഹൈപ്പർ സ്റ്റൈൽ വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് നോർമൽ പെട്രോൾ വണ്ടിയേക്കാളും ഏകദേശം 100 കിലോഗ്രാമോളം വെയിറ്റ് കൂടുതലുള്ള വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് കൂടുതലുള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് വീൽസ് ഇപ്പോൾ ഗട്ടറിലോ അങ്ങനെയൊക്കെ വീഴുന്ന സമയത്ത് അലോയ് വീൽസ് ചിലപ്പം പെട്ടെന്ന് ക്രാക്ക് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഹൈപ്പർ സ്റ്റൈൽ വീൽസ് കൊടുത്തിട്ടുള്ളത്. അതൊരു സ്റ്റീൽ വീലാണ്, പക്ഷേ കണ്ടു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് അതൊരു അലോയ് വീലിൻ്റെ ഒരു ഫീല് തരുന്ന രീതിയിലുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. CNG വാഹനങ്ങളിൽ ഓട്ടോമാറ്റിക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ടാറ്റയാണ്. അത് ടിയാഗോയിലാണ്. ടിയാഗോയിലും ടിഗോറിലും മാത്രമാണ് ഇപ്പോൾ ടാറ്റയുടെ ഓട്ടോമാറ്റിക് CNG വാഹനങ്ങളുള്ളത്. അപ്പോൾ നല്ലൊരു ടെക്നോളജിയാണ്. നിങ്ങൾ ആലോചിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എടുക്കുന്ന ആൾക്കാരിൽ പലർക്കുള്ള ഒരു പ്രശ്നമാണ് മൈലേജ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കമ്പാരിറ്റീവ്ലി മൈലേജിന് ചെറിയ ഡ്രോപ്പുകൾ ഉണ്ടാവാം. അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിന് 27 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. CNGയിൽ പെട്രോളിലാണെങ്കിൽ 20 കിലോമീറ്ററാണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ്. അപ്പോൾ നമുക്ക് ഓൺ ആൻ ആവറേജ് CNGയിൽ ഓടിക്കുമ്പോൾ എന്തായാലും ഒരു 23+ ആയിട്ട് മൈലേജ് കിട്ടും. അപ്പോൾ ഒരു ഫുൾ ടാങ്ക് ചെയ്യുമ്പോൾ 8.5 കിലോഗ്രാം ഗ്യാസാണ് ഇതിൽ കയറുന്നത്. ഇതിൻ്റെ ടാങ്കിൻ്റെ വാട്ടർ വോളിയം എന്ന് പറയുന്നത് 60 ലിറ്റർ ആണെങ്കിൽ കൂടി ഇതിൽ കയറുന്ന ടാങ്കിൻ്റെ ഗ്യാസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 8.5 കിലോയാണ്. ഏകദേശം ഇപ്പോഴത്തെ ഒരു കോസ്റ്റ് വെച്ചിട്ട് ഒരു 700 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഫുൾ ടാങ്ക് ആവുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി നമുക്കൊരു 200+ കിലോമീറ്റർ ഓടാം. റണ്ണിങ് കോസ്റ്റ് നമുക്ക് കമ്പാരിറ്റീവ്ലി ഒരു 3 rupees ആണ് പെർ കിലോമീറ്റർ വരിക. ഇപ്പോൾ ലോങ് ആയിട്ട് ഓടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ശരിക്കും പറഞ്ഞാൽ ഓട്ടോമാറ്റിക് CNG എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കോഴിക്കോടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കോഴിക്കോടാണെങ്കിൽ നമുക്ക് ഏകദേശം 19ഓളം CNG പമ്പുകൾ നിലവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഓൾ കേരള നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള CNG പമ്പുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. നേരത്തെ CNG അവൈലബിലിറ്റി കുറച്ച് കുറവായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, നല്ല രീതിയിലുള്ള CNG പമ്പുകൾ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇതിൽ ട്വിൻ സിലിണ്ടർ കൂടാതെ ബൈഫ്യൂലിംഗ് ആയതുകൊണ്ട് തന്നെ പെട്രോളിൽ നമുക്ക് ഓടിക്കാം. ഇൻ കേസ് ഫ്യൂവലിൽ തീരുകയാണെങ്കിൽ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിരിക്കുന്നത് സിംഗിൾ അഡ്വാൻസ്ഡ് ECU ആണ്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ ഇൻ കേസ് ഫ്യൂവൽ നമ്മൾ CNGയുടെ പ്രഷർ 10 ബാറിൽ താഴോട്ട് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി തന്നെ എന്ത് ചെയ്യും, പെട്രോളിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യും. ഇത് നമ്മൾ മാനുവലി സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, വണ്ടി തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് ചെയ്യും. അപ്പോൾ നമ്മൾ സീംലെസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാം. നമുക്ക് ഇത് സ്വിച്ച് ചെയ്യുന്നതോ മാറുന്നതൊന്നും നമ്മൾ അറിയില്ല. അങ്ങനത്തെ കുറേ ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 സ്റ്റാർ റേറ്റിംഗ് മാത്രമല്ല, ഈ ഒരു വാഹനം CNG വാഹനമായതുകൊണ്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ്. ഇപ്പോൾ വാഹനം കത്തിപ്പോവോ അല്ലെങ്കിൽ ടാങ്ക് ലീക്കാവോ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതാണ്. ഇതിൽ അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിൽ തെർമൽ ഇൻസിഡൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഈ വാഹനത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുന്നതായിട്ട് ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ സെൻസേഴ്സ് ഇതിൽ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് ഒപ്റ്റിമം ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിട്ട് ഈ വാഹനത്തിൽ ടെമ്പറേച്ചർ വരികയെന്ന് വെച്ചാൽ ഒരു തീപിടുത്തത്തിനുള്ള ചാൻസാണ്. അങ്ങനെ ഒരു ചാൻസ് വരികയാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ആ വാഹനം പെട്രോളിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യുകയും ഈ വാഹനത്തിലുള്ള ഗ്യാസിൻ്റെ ഓപ്പണിങ് കട്ട് ചെയ്തിട്ട് ഗ്യാസ് സ്പെഷ്യൽ നോസിൽ വഴി പുറത്തോട്ട് വിടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഗ്യാസ് കാരണം അല്ലെങ്കിൽ ഗ്യാസ് മുഖേന ഉണ്ടാകുന്ന ഒരു രീതിയിലുള്ള തീപിടുത്തങ്ങളോ അല്ലെങ്കിൽ തെർമൽ അപകടങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല.
അതുപോലെ ലീക്ക് ആവുന്ന സിറ്റുവേഷൻ ഇനി വരികയാണെങ്കിൽ ഇതിൽ പ്രഷർ സെൻസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇൻ കേസ് എവിടെയെങ്കിലും ലീക്കേജ് കാണിക്കുകയാണെങ്കിൽ ആ പ്രഷർ സെൻസേഴ്സ് ഈ പ്രഷർ വേരിയേഷൻ ഡിക്റ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ECMലേക്ക് സിഗ്നൽ കൊടുത്ത് അതിൽ നിന്നും ആ വാൽവ് കട്ട് ഓഫ് ചെയ്യുകയും നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിനെ സ്പെഷ്യൽ നോസിൽ വഴി പുറത്തോട്ട് വിടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിലുള്ള പ്രഷർ ലീക്കേജ് അല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് കാരണമുള്ള അപകടങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. കൂടാതെ ഈ ഒരു വാഹനത്തിൽ മാത്രമാണ് ഇൻബിൽട്ട് ആയിട്ട് നമുക്കൊരു മോഡുലാർ ഫ്യൂൽ ഫിൽറ്റർ കൊടുത്തിട്ടുള്ളത്. വണ്ടി ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പോലും ഫിൽറ്റർ ചെയ്തിട്ടാണ് ഗ്യാസ് ഉള്ളോട്ട് എടുക്കുന്നത്. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ കൂടെ വല്ല ഇമ്പ്യൂരിറ്റീസോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ ഗ്യാസ് പോകുന്നത് നേരെ ഇഞ്ചക്ടറിലേക്കും മറ്റും പോകുമ്പോൾ എഞ്ചിനിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഫീച്ചർ കൂടി കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷറും കമ്പനി കൊടുക്കുന്നുണ്ട്. അത് കോ ഡ്രൈവർ സീറ്റിന് താഴെയായിട്ട് നമുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും തെർമൽ ഇൻസിഡൻസ് വരികയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ രീതിയിൽ സേഫ്റ്റിയിൽ നോക്കുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് സെഗ്മെൻറ്റ് ബെസ്റ്റായിട്ട് ഈ ഒരു വാഹനം കൊടുത്തിട്ടുണ്ട്. പല ഫീച്ചേഴ്സും അതർ ബ്രാൻഡുകളിൽ പോലും ഇല്ല. കൂടാതെ മൈക്രോ സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടിയുണ്ട്. വണ്ടി ഇൻ കേസ് ഫ്യൂവലിങ്ങിന് വേണ്ടി നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ വണ്ടിയുടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ നിമിഷം വണ്ടി ഓഫാവും. ആ ഫ്യൂൽ ലിഡ് അടച്ചതിന് ശേഷം മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവുന്ന രീതിയിലുള്ളൊരു ടെക്നോളജിയാണ് മൈക്രോ സ്വിച്ച് എന്ന് പറയുന്നത്. കൂടാതെ ഇതിൽ ഒരു സ്പെഷ്യൽ നോസിൽ കൂടി ടാറ്റ മോട്ടോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. NGV1 റിസെപ്റ്റബിൾ നോസിൽ എന്നാണ് അതിന് പറയുന്നത്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നോസിലാണ്. അതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഫ്യൂലിംഗ് സമയത്ത് സാധാരണ ഒരു വണ്ടി ഫുൾ ടാങ്ക് അടിക്കണമെങ്കിൽ ഫുൾ ടാങ്ക് CNG അടിക്കണമെങ്കിൽ 20 മിനിറ്റ് എടുക്കുമെന്ന് വിചാരിക്കുക. ഈ ഒരു NGV1 നോസിലുള്ളതുകൊണ്ട് ഈ വാഹനത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഗ്യാസ് ഫില്ലാവും. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുൾ ടാങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫാസ്റ്റർ റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ടാണ് ആ ഒരു നോസിൽ കൂടി ടാറ്റ മോട്ടോഴ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാഹനത്തിന് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 170 ആണ് നോർമൽ വാഹനത്തിനുള്ളതെങ്കിൽ CNG ആയതുകൊണ്ട് ഒരു 3 mm കുറവുണ്ട്. 167 ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. കൂടാതെ ഈ ഒരു വാഹനത്തിൽ ടാറ്റ മോട്ടോഴ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളിലൊന്നാണ് വണ്ടിയുടെ എല്ലാ സസ്പെൻഷൻസും റീട്യൂൺ ചെയ്തിട്ടുണ്ട്. റീട്യൂൺ ചെയ്തിട്ടുള്ള സസ്പെൻഷൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം നല്ല ഡ്രൈവബിലിറ്റി തരും. കാരണം ആ ഒരു 100 കിലോ വെയിറ്റ് കറക്റ്റായിട്ട് റീട്യൂൺ ചെയ്ത സസ്പെൻഷനിലായതുകൊണ്ട് നമുക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല ആ ഡ്രൈവിങ്ങിൽ എന്ന് പറയാൻ പറ്റും. CNG വാഹനങ്ങൾ കയറ്റം കയറുക എന്നുള്ളതാണ് ഒരു ഡൗട്ടുള്ള എല്ലാവർക്കും. അപ്പോൾ നമ്മളൊരു കയറ്റത്തിലാണ് ഈ ഒരു വാഹനം നിർത്തിയിട്ടുള്ളത്. നമുക്കതിൻ്റെ കയറ്റത്തിലേക്കുള്ള പെർഫോമൻസ് നോക്കാം. CNG ഓട്ടോമാറ്റിക് ആണ്. അവിടെയും ഒരു ത്രൂ ഔട്ട് കയറ്റമാണ്. ഈ കയറ്റത്തിൽ അത്യാവശ്യം കുത്തനുള്ള കയറ്റമായതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ ഒരു പെർഫോമൻസ് ഡ്രോപ്പ് നമ്മൾ പ്രതീക്ഷിക്കും. പക്ഷേ CNGയുടെ ആ ഒരു രീതിയിലുള്ള ഡ്രോപ്പ് ഈ ഒരു വാഹനം തരുന്നില്ല. നല്ല സ്മൂത്തായിട്ട് കയറി പോകുന്നുണ്ട്. CNG ഓട്ടോമാറ്റിക്കിലാണ് പോകുന്നതെന്നും കൂടി ശ്രദ്ധിക്കുക. നല്ല സ്മൂത്തായിട്ടാണ് ഈ കയറ്റം കയറുന്നത്. അത്യാവശ്യം നല്ല സ്പീഡിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ CNG വാഹനങ്ങൾ കയറ്റം കയറുമ്പം മോഡ് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കും. ഇപ്പം നമ്മൾ ഓടിക്കുന്ന CNG മോഡ് തന്നെയാണ്. ത്രൂ ഔട്ട് CNG തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. CNG മോഡിൽ അത്യാവശ്യം നല്ല ടോർക്ക് തരുന്ന എഞ്ചിനാണ് ടാറ്റ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കയറ്റമൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ കയറ്റം കയറുക എന്നുള്ളൊരു ബുദ്ധിമുട്ട്, കയറ്റം കയറുമ്പം പവർ കുറയോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യുമ്പം പവർ കുറവാകുമോ അങ്ങനത്തെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇപ്പം നിലവിലെ ടാറ്റയുടെ CNG മോഡലുകൾക്കില്ല. സെഗ്മെൻറ്റ് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള CNG എഞ്ചിൻസ് ടാറ്റ മോട്ടോഴ്സിനാണുള്ളത്. കൂടാതെ 5ഓളം വേരിയൻറ്റുകളിൽ നമുക്ക് ഈ ഒരു വാഹനം ലഭ്യമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ സെയിൽസുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസിന് വേണ്ടി ഞാൻ റൊട്ടാന മോട്ടോഴ്സിൽ ഒരു എക്സിക്യൂട്ടീവിൻ്റെ നമ്പർ നിങ്ങൾക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എന്ത് ആവശ്യങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈൻ ഓഫ് ബൈ പ്രണവ്.